ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മറ്റൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് പോത്തീസിൽ ഞങ്ങളൊന്ന് പോവുകയാണ്. പോത്തീസിൽ പോയി ഭയങ്കര ഓഫറും ഒക്കെ നല്ല ഡ്രസ്സും ഒക്കെ വന്നെന്ന് അങ്ങനെ വീട്ടിൽ അമ്മയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോത്തീസിലോട്ട് കയറുവാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ എന്തായാലും കയറി. അവിടെ ആദ്യമേ ചെന്നപ്പം നല്ല ഗണപതി ഭഗവാൻ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കേസരി കിട്ടും, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു കേസരി ഇല്ലാൻ വേണ്ടിയാണ് ഞാൻ പോയത്, പക്ഷേ കിട്ടിയില്ല. ലക്ഷ്യം കേസരിയിലായിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഓരോ ഇതുണ്ടായിരുന്നു കോംബോ ഓഫർ, അതായത് 1100 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 സാരി കിട്ടുമെന്നാണ്. ചില സാരികളൊക്കെ നമുക്ക് മനസ്സിനിണങ്ങിയത് കിട്ടുന്നുണ്ട്, പക്ഷേ തിരുന്ന് നമുക്ക് നോക്കിയെടുക്കാനുള്ള സ്ഥലമില്ല അവിടെ. പിന്നെ ഞാനും അമ്മയും കുറച്ച് സാരിയൊക്കെ നോക്കി, പക്ഷേ ഭയങ്കര ശ്വാസം മുട്ടൽ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പിന്നെ അമ്മാളും ഇതാ ആരാണ്ടെയൊക്കെ നോക്കി കൈയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും വിചാരിച്ച് ആദ്യമേ തന്നെ കൊച്ചു പിള്ളേർക്കുള്ളത് എടുക്കാമെന്ന്. പിന്നെ കസവിൻ്റെ ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു മാവേലിയെ കണ്ട്, അങ്ങനെ മാവേലിയുമായിട്ട് എന്നോ ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ അമ്മാളുവിന് ഡ്രസ്സല്ല വേണ്ടത്, അവൾക്ക് സ്റ്റോറി ബുക്കാണ് വേണ്ടുന്നത്. പിന്നെ ദാണ്ട് ചേട്ടൻ അമ്മയെ വിളിച്ച് നിർത്തിയിട്ട് സ്റ്റോറി ബുക്ക് വേണമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ അമ്മാളുവിന് ഇതാ ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ അത് തിരിച്ചു വരുമ്പം നോക്കാം, ബാക്കിയുള്ളത് നോക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് തിരുവോണത്തിൻ്റെ അന്ന് വിൽക്കിടാൻ ഒരു പാവാടയും ഉടുപ്പും വാങ്ങണമായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ഈ മോഡൽ കുറേ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിന് തന്നെ ഏതാണ്ട് 1000 എബവ്, ഉടുപ്പിന് തന്നെ 800 അങ്ങനെ കണ്ട് സംതിങ് വില വരുന്നതാണ്. അങ്ങനെ കുറേ വെച്ച് നോക്കി. അങ്ങനെ പിന്നെ ഒരെണ്ണം സെലക്ട് ചെയ്ത്. പിന്നെ ഇതിൻ്റെ തന്നെ സിൽവർ കളർ വരുന്നതുണ്ട്. സിൽവർ കളർ വരുന്ന അത് പക്ഷെ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. വെള്ള സ്കേർട്ട് വന്നിട്ട് അതിനകത്ത് തന്നെ കണ്ടില്ലേ, അതിനകത്ത് സിൽവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ഓണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കറികളൊക്കെ ദേഹത്തൊക്കെ ഇടത്തില്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ദിവസത്തേക്ക് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റേറ്റിന് വാങ്ങണോ വേണ്ടായിരുന്നു എങ്കിലും. പിന്നെ ഓണം ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്നില്ലേ, പിന്നെ അതങ്ങ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ സ്വാതിക്ക് നോക്കുകയാണ്. എത്ര ക്ഷമയുള്ള ആർക്കും നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വീർപ്പ് മുട്ടല. ഇത്രയും ആളുകൾ, ഭയങ്കര തിരക്ക്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നിൽക്കാനേ തോന്നുന്നില്ല. പിന്നെ നിൽക്കാൻ തോന്നാത്തതുമല്ല, നല്ല റേറ്റും. പിന്നെ അമ്മ ഇത് പറഞ്ഞാൽ സ്വാതിക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ അത് വാങ്ങിച്ച്. പിന്നീട് അമ്മാളുവിന് നേരെ ഓടി വന്ന് അമ്മാളു കാർഡ്സ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ കാർഡ്സ് ഇപ്പോൾ ആർക്കും അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞാൽ അവളെ ഒരു മയത്തിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും അമ്മയും ചേട്ടനും കൂടെ ബില്ല് പേ ചെയ്യാനായിട്ട് പോയി. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കായിട്ട് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഭർത്താക്കന്മാർ ക്ഷമയില്ലാത്തവരാണോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും പോത്തീസിൽ കൊണ്ടുപോകരുത്. കാരണമെന്ന് വെച്ചാൽ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി കിട്ടും. പിന്നീട് അവരുടെ മുഖം മാറാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഓരോ ഇതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് ക്ഷമയില്ലാത്ത ഭർത്താക്കന്മാരെയും കൊണ്ട് പോത്തീസിലോട്ട് കയറിയേ ചെയ്യരുത്. അവിടെ വെച്ച് ഞാൻ കണ്ട് നിസ്സഹായരായ ചേച്ചിമാരുടെ മുഖവും പിന്നെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന ചേട്ടന്മാരുടെ മുഖമൊക്കെ. ആ ചേച്ചിമാർ പെട്ടുപോയല്ലോ, എന്താണ് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്നുള്ള ഒരു രീതിയില്ല, ആ ഒരു രീതിയായിരുന്നു ആ ചേച്ചിമാരുടെ മുഖത്ത്. അതുകൊണ്ട് ഒരു വട്ടം ആലോചിച്ചിട്ട് പോവുക. അപ്പം നോക്കുമ്പോൾ കെ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നു. അങ്ങനെ കെ ബ്യൂട്ടിയിൽ അപ്പം അമ്മാളുവിന് ലിപ്സ്റ്റിക്ക് വേണം. അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഓരോ ഷെയ്ഡ് നോക്കുകയാണ്. അമ്മാളുവിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബില്ലും പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. സത്യം ഇറങ്ങിയപ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനമായത്. കാരണം എന്ന് വെച്ചാൽ തിരക്കിൻ്റെയും ബഹളത്തിൻ്റെയും തലവേദനയായിരുന്നു. വിചാരിച്ച് ഈ വിശേഷ ദിവസങ്ങളിൽ പോത്തീസിൻ്റെ അടുത്തോട്ടേ തിരിഞ്ഞു നോക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ ആർക്കും തുണി എടുത്തില്ല. അമ്മാളുവിന് മാത്രം എടുത്ത്, പിന്നെ സ്വാതിക്കുട്ടിക്ക് മാത്രം എടുത്ത്. പിന്നെ അതിന് ശേഷം നമ്മൾ വിചാരിച്ച് ഞങ്ങൾക്ക് പറ്റിയത് ഇവിടെ കണിയാപുരത്ത് ആർക്കയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെറിയ കടയാണ്, പക്ഷേ അടിപൊളി. നമ്മുടെ കൊല്ലം ആർക്കയില്ലേ, അതിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ ചെറിയ കടയുമാണ്, പക്ഷേ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മനസ്സിലിണങ്ങിയ ഡ്രസ്സ് തന്നെ അവിടുന്ന് കിട്ടും, അധികം റേറ്റും ഇല്ല. അങ്ങനെ കണിയാപുരത്തെ ആർക്കയിൽ കയറി. ഞാനും ചേട്ടനും മാത്രമേ പോയില്ല. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കൊരു സെറ്റും മുണ്ടും എടുക്കണമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഇതാണ്ടേ സെറ്റും മുണ്ടും നോക്കിയാണ്. സത്യം പറഞ്ഞാൽ ആർക്കയിൽ സെറ്റും മുണ്ടും 200 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. അതിനുശേഷം കാർത്തിക്കുട്ടന് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ കാർത്തിക്കുട്ടൻ എടുത്ത്, സ്വാതിക്കുട്ടിക്ക് എടുത്ത്. പിന്നീട് വീട്ടിൽ അച്ഛനും മുണ്ടും ഷർട്ടും എടുക്കണമായിരുന്നു. പിന്നെ തെക്കുംഭാഗത്ത് അച്ഛനും എടുത്ത്, അതായത് എൻ്റെ അച്ഛന്. പിന്നെ സത്യം ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായ, ഒരുപാട് ബഹളങ്ങളും തിരക്കുകളും ഒന്നും ഇല്ലാതെ തന്നെ സമാധാനത്തിൽ ഡ്രസ്സ് എടുത്ത്. പിന്നെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ ഷോർട്സിലിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടേക്കണേ. കൂടാതെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടി തരണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണവിശേഷങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. ഓണവിശേഷങ്ങളുമായിട്ട് ഇനിയും വരും. നമുക്കിനിയും കാണണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.